നമസ്കാരം. ഓരോ വർഷം കഴിയും തോറും ഇലക്ട്രിക് വാഹനങ്ങൾ ലോകവ്യാപകമായി കൂടുതൽ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി മലിനീകരണം, പ്രത്യേകിച്ച് കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ ആവിഷ്കരിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് ലോകരാജ്യങ്ങൾ ഇലക്ട്രിക് വാഹന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്ത്യയിലും കേന്ദ്ര സർക്കാർ ഇലക്ട്രിക് വാഹന ഉപയോഗം വ്യാപകമാക്കുന്നതിനായി ഫെയിം 2 പോലുള്ള പദ്ധതികൾ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭ്യത ഉറപ്പുവരുത്തി നടപ്പിലാക്കി വരുന്നുമുണ്ട്. 2030ഓടെ രാജ്യത്ത് വിൽക്കുന്ന കാറുകളിൽ 30% വരെ ബാറ്ററിയിലോടുന്ന വൈദ്യുതി വാഹനങ്ങൾ ആക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. 2021 ആഗോള കാർ വിപണിയിൽ വിറ്റഴിക്കപ്പെട്ടതിൽ ഏകദേശം 10% ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു. ഇപ്പോഴത് അതിലും വർദ്ധിച്ചിട്ടുണ്ടാവാനേ വഴിയുള്ളൂ. ഇത്തരത്തിൽ ഉപയോഗ വർധനവ് രേഖപ്പെടുത്തുമ്പോഴും ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ച് ഒട്ടനേകം മിഥ്യാധാരണകൾ നിലനിൽക്കുന്നുണ്ടെന്നതാണ് വാസ്തവം. ഏറെപ്പേരും കരുതുന്നത് ഇലക്ട്രിക് കാറുകളുടെ വില കൂടുതലാണെന്നതാണ്. എന്നാൽ ഈ നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ മുൻകൂട്ടിയുള്ള ഇലക്ട്രിക് വാഹന വിലകൾ ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ് ചെയ്തത്. ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിയുടെ വില 1991 മുതൽ 97% കുറഞ്ഞത്. ഇത്തരം ബാറ്ററികൾ രൂപകൽപ്പന ചെയ്യുന്ന ലാബുകളിൽ സാങ്കേതിക വിദ്യ നവീകരിക്കുന്നത് തുടരുകയും വൻതോതിലുള്ള ഉൽപാദനം ആരംഭിക്കുകയും ചെയ്യുന്നതിനാൽ വില ഇനിയും കുറയാനാണ് സാധ്യത. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി ആൻഡ് കാർ ആൻഡ് ഡ്രൈവർ മാഗസിനിൽ നിന്നുള്ള ചില കണക്കുകൾ പ്രകാരം വാഹനത്തിന്റെ ആയുസിൽ വില, അറ്റകുറ്റപ്പണി, ധനസഹായം എന്നിവ കണക്കെടുക്കുമ്പോൾ ഇലക്ട്രോണിക് കാറുകൾ മറ്റ് ഇന്ധനങ്ങളാൽ പ്രവർത്തിക്കുന്ന കാറുകളേക്കാൾ വില കുറഞ്ഞവയാണ്. പ്രത്യേകിച്ച് അവയുടെ ഫെഡറൽ ടാക്സ് ക്രെഡിറ്റ്, ഇന്ധന ചെലവ് എന്നിവ പരിഗണിക്കുമ്പോൾ. ഇലക്ട്രിക് കാറുകളെ സംബന്ധിച്ച മറ്റൊരു മിഥ്യാധാരണയാണ് ഇലക്ട്രിക് കാറുകൾ ഗ്രിഡ് ഓവർലോഡ് ചെയ്യുമെന്നത്. അന്തർദേശീയ തലത്തിലുള്ള ഉന്നത ലബോറട്ടറികളിലെ ഊർജ്ജ വിദഗ്ധർ പറയും പ്രകാരം ഇത്തരമൊരു ധാരണ തീർത്തും അസംബന്ധമാണ്. ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ചുള്ള മറ്റൊരു ധാരണയാണ് അവയുടെ ബാറ്ററികൾ നിലനിൽക്കില്ല എന്നുള്ളത്. അടുത്തിടെ നടത്തിയ ഒരു സർവേ പ്രകാരം ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ സാധ്യതയുള്ളവരിൽ ഏകദേശം 46% പേരും അവയുടെ ബാറ്ററി പായ്ക്കുകൾ 65,000 മൈൽ നീണ്ടു നിൽക്കില്ലെന്ന് കരുതുന്നവരാണ്. ഒരു EVയുടെ ബാറ്ററിയിൽ മിക്ക കമ്പനികളും വാഗ്ദാനം ചെയ്യുന്ന വാറന്റികളെക്കാൾ വളരെ താഴെയായാണ് ഈ സർവേ EVയുടെ ബാറ്ററി പായ്ക്കുകളുടെ മൈൽ രേഖപ്പെടുത്തിയത്. ഒരു ദശാബ്ദകാലമായി നിരത്തിലിറങ്ങിയ ഇലക്ട്രിക് കാറുകളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി കുറഞ്ഞത് 2 ലക്ഷം മൈൽ ഡ്രൈവിംഗിനുള്ള ശേഷിയുടെ 80% അല്ലെങ്കിൽ അതിലും കൂടുതൽ EV ബാറ്ററികൾ സുഖകരമായി നിലനിർത്തുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി ചാർജിംഗ് എപ്പോഴും മന്ദഗതിയിലായിരിക്കുമെന്ന ധാരണ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ വിൽക്കുന്ന വാഹനങ്ങൾ വെറും 18 മിനിറ്റിനുള്ളിൽ 10% മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് EVകളിൽ ചാർജിംഗ് സമയം കുറഞ്ഞിട്ടുണ്ട്. വാണിജ്യവൽക്കരിക്കാൻ തയ്യാറായ പുതിയ ബാറ്ററി ഡിസൈനുകൾ ആ ചാർജിംഗ് സമയം 10 മിനിറ്റിൽ താഴെയായി പകുതിയായി കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. ഈ കുറവ് ദീർഘദൂര യാത്രകളിൽ ചാർജിംഗ് കൂടുതൽ ഫലപ്രദമാക്കും. എന്നിരുന്നാലും ബഹുഭൂരിപക്ഷം ആളുകൾക്കും അവരുടെ ദൈനംദിന ഡ്രൈവിംഗ് ആവശ്യങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിംഗ് ആവശ്യമില്ലാതെ വീട്ടിലോ ജോലിസ്ഥലത്തോ പാർക്കിംഗ് സ്ഥലങ്ങളിലോ ചാർജ് ചെയ്യാനും സാധിക്കും. EV ബാറ്ററികൾ റീസൈക്കിൾ ചെയ്യാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ധാരണകളും വ്യാപകമാണ്. എന്നാൽ ഏകദേശം ഒരു ദശാബ്ദത്തിനകം ചിലവഴിച്ച ലിഥിയം ബാറ്ററികൾ ഒരു പുനരുപയോഗ പരിഹാരം ആവശ്യപ്പെട്ട് കുന്നുകൂടാൻ തുടങ്ങുമെന്ന് വിദഗ്ധർ പ്രവചിച്ചിട്ടുമുണ്ട്. ഇത്തരമൊരു പ്രശ്നത്തിനുള്ള പരിഹാരവും വിവിധ കമ്പനികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ 100ഓളം കമ്പനികൾ EV ബാറ്ററികളുടെ പുനരുപയോഗ സാധ്യതകൾ കണ്ടെത്തുന്നതിനായി സ്വന്തം രീതികൾ പര്യവേക്ഷണം ചെയ്യുകയും വാണിജ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു വരികയാണ്. EV ബാറ്ററികൾ റീസൈക്കിൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ സാധ്യമായാൽ അവ ഈ പ്രശ്നത്തിന് ഏറെ പരിഹാരമായി തീരും. അങ്ങനെ വന്നാൽ ഉപയോഗിച്ച കാർ ബാറ്ററികൾ പവർ ഗ്രിഡ് സ്റ്റോറേജ് സിസ്റ്റങ്ങളിലേക്ക് പ്ലഗ് ചെയ്യാം. ഈ ആപ്ലിക്കേഷനിൽ ബാറ്ററികളുടെ ശേഷി കുറയുന്നത് പ്രശ്നമല്ല, കാരണം കൂടുതൽ ബാറ്ററികൾ എപ്പോഴും ചേർക്കാനും കഴിയും. ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് പൊതുവെ നിൽക്കുന്ന മറ്റൊരു മിഥ്യാധാരണയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ പരിസ്ഥിതിക്ക് ദോഷകരമാണെന്നുള്ളത്. ഇലക്ട്രിക് വാഹനങ്ങൾ അടിസ്ഥാനപരമായി വാതകത്തിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളെക്കാൾ കാര്യക്ഷമമാണ്. ഒരു ഗ്യാസ് എഞ്ചിൻ ഗ്യാസോലിൻ സംഭരിച്ചിരിക്കുന്ന ഊർജത്തിന്റെ ഏകദേശം 20% മാത്രമേ ചക്രങ്ങളിലൂടെ പവറായി മാറ്റുകയുള്ളൂ. ഒരു EV മോട്ടോർ ബാറ്ററിയിൽ നിന്നുള്ള ഊർജത്തിന്റെ 60% മുതൽ 77% വരെ പരിവർത്തനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ പരിസ്ഥിതിക്ക് മറ്റ് ഇന്ധനങ്ങളാൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളെക്കാൾ ഇലക്ട്രിക് വാഹനങ്ങളാണ് നല്ലത് എന്നതാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററിക്കുള്ള സാമഗ്രികൾ ഖനനം ചെയ്യുന്നതുൾപ്പെടെ ഒരു EVയുടെ ഉൽപാദനം കണക്കിലെടുക്കുമ്പോൾ അവയുടെ പ്രയോജനം ഇല്ലാതാകുമെന്ന് ഇലക്ട്രിക്
ഇലക്ട്രിക് വെഹിക്കിൾ നിരീക്ഷകർ വാദിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു ഹരിത വിതരണ ശൃംഖല ഉണ്ട്. അവ നിർമ്മിക്കാൻ വളരെ കുറച്ച് ഘടകങ്ങൾ മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ വിവിധ ഇന്ധനങ്ങളാൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളെക്കാൾ ഒരുപാട് മുൻപന്തിയിലാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.